ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഗീതാഞ്ജലിയിൽ നിന്നുമുള്ള സോങ് 15 ആണ്. ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോടെ തന്നെ നമുക്ക് തുടങ്ങാം. ഗീതാഞ്ജലി എന്നത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ പ്രശസ്തമായ ഭക്തി കവിതകളുടെ, അതായത് ഡിവോഷണൽ പോയംസിൻ്റെ സമാഹാരമാണ്. ഗീതാഞ്ജലി എന്ന വാക്ക് 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത്. അതായത് ഗീത് മീൻസ് സോങ്, അതായത് ഗാനം. അഞ്ജലി മീനിങ് എന്താണ്? ഓഫറിങ്, അതായത് സമർപ്പണം. അപ്പം ഗീതാഞ്ജലി എന്ന വാക്കിൻ്റെ അർത്ഥം ഗാനങ്ങളുടെ സമർപ്പണം എന്നാണ്. അതായത് ആൻ ഓഫറിങ് ഓഫ് സോങ്സ് ടു ഗോഡ്. ഇനി ഈ ഗീതാഞ്ജലി ഒറിജിനൽ ബംഗാൾ വേർഷനിലാണ് പബ്ലിഷ് ആയത്. അതായത് 1910 1910. അതുപോലെ ഇംഗ്ലീഷ് വേർഷൻ, ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പതിപ്പ് എപ്പോഴാണ് പബ്ലിഷ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1912, അതായത് 1912. ബംഗാൾ വേർഷൻ 1910 ഇംഗ്ലീഷ് വേർഷൻ 1912 ഡേറ്റ് തമ്മിൽ തെറ്റരുത്. അതുപോലെ ബംഗാൾ വേർഷനിൽ എത്ര ഗാനങ്ങൾ അല്ലെങ്കിൽ കവിതകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 157, അതായത് 157 ഗാനങ്ങളുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് വേർഷനിൽ എത്ര ഗാനങ്ങൾ അല്ലെങ്കിൽ കവിതകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 103, അതായത് 103 കവിതകളുണ്ട്. അതുപോലെ ഈ കൃതിയുടെ ആത്മീയ ഗൗരവവും അതുപോലെ സൗന്ദര്യവും ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടു. അതിനാൽ 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ടാഗോറിന് ലഭിച്ചു. അങ്ങനെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനായി അദ്ദേഹമായി. ദ ഫസ്റ്റ് ഏഷ്യൻ ടു വിൻ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അപ്പോൾ ഡേറ്റ്സ് മറക്കണ്ട. ബംഗാൾ വേർഷൻ 1910, ഇംഗ്ലീഷ് വേർഷൻ 1912, നെക്സ്റ്റ് ഇയർ അതായത് 1913 നോബൽ പ്രൈസ് കിട്ടി. ഇംഗ്ലീഷ് വേർഷൻ രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അതുപോലെ ഈ കവിതകളിൽ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവോഷൻ ടു ഗോഡ്, അതുപോലെ സ്പിരിച്വാലിറ്റി, ലവ്, പിന്നെ ഹ്യൂമിലിറ്റി, അതുപോലെ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്നിവയാണ്. അതുപോലെ 1912 പ്രസിദ്ധീകരിച്ച ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പതിപ്പിന് പ്രശസ്ത ഐറിഷ് കവിയായ W.B. ഈറ്റ്സ് ആണ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രിഫേസ് എഴുതിയത്. ടാഗോറിൻ്റെ കവിതകളിലെ ആത്മീയ സൗന്ദര്യവും ലളിതമായ ഭാഷയും അതുപോലെ ആഴമുള്ള വികാരവും W.B. ഈറ്റ്സ് പ്രൈസ് ചെയ്തിരുന്നു. അപ്പോൾ ഈറ്റ്സിൻ്റെ പിന്തുണ കാരണം ഗീതാഞ്ജലി യൂറോപ്പിലും പാശ്ചാത്യ ലോകത്തും വളരെ പ്രശസ്തമായി. ഇനി നമുക്ക് ഓരോ വരികളും നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഐ ആം ഹിയർ ടു സിംഗ് ദീസ് സോങ്സ്. അപ്പോൾ കവി പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിനായി ഗാനങ്ങൾ പാടുക എന്നതാണ്. ടു സിംഗ് സോങ്സ് ഫോർ ഗോഡ്. തൻ്റെ കവിതയും സംഗീതവും ദൈവത്തെ സ്തുതിക്കാനുള്ള ദാനമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇൻ ദിസ് ഹോൾ ഓഫ് തൈൻ ഐ ഹാവ് എ കോർണർ സീറ്റ്. അപ്പോൾ ദ പോയറ്റ് ഇമാജിൻസ് ദ വേൾഡ് ആസ് എ ഗ്രേറ്റ് ഹോൾ ദറ്റ് ബിലോങ്സ് ടു ഹൂം? ബിലോങ്സ് ടു ഗോഡ്. അപ്പോൾ ഹോളിൻ്റെ മാസ്റ്റർ ആരാണ്? ഗോഡ്. അപ്പോൾ ഇവിടെ ഹോൾ എന്ന് പറയുന്നത് ഗോഡ്സ് വേൾഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിനെയാണ്. അപ്പോൾ ഈ വലിയ ലോകത്തിൽ തനിക്കുള്ള സ്ഥാനം ഒരു ചെറിയ കോണിലെ ഇരിപ്പിടം മാത്രമാണെന്ന് കവി ഇങ്ങനെ പറയുന്നു, വിനയത്തോടെ പറയുന്നു. അപ്പോൾ ഇതിലൂടെ കവിയുടെ വിനയം, ആ ഹ്യൂമിലിറ്റിയാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ സൃഷ്ടിയിൽ താൻ ചെറിയ ഒരാളാണ് എന്ന ബോധം കവി ഇവിടെ പ്രകടിപ്പിക്കുന്നു. ഇവിടെ ലോകത്തെ ഒരു ഹോളിനോട് ഉപമിക്കുന്നു. അപ്പോൾ വേൾഡ് ഈസ് കമ്പയർഡ് ടു എ ഹോൾ. അപ്പോൾ ഇവിടെ ഒരു പോയിറ്റിക് ഡിവൈസ് ഉണ്ട്, അതായത് മെറ്റഫർ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെറ്റഫർ ഇസ് എ കമ്പാരിസൺ വിത്തൗട്ട് യൂസിങ് ലൈക്ക് അല്ലെങ്കിൽ ആസ്. ലൈക്കും ആസും യൂസ് ചെയ്യാതെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലോകത്തെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഒരു ഹോളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇൻ തൈ വേൾഡ് ഐ ഹാവ് നോ വർക്ക് ടു ഡു. അപ്പം ദൈവം സൃഷ്ടിച്ച ഈ വലിയ ലോകത്തിൽ തനിക്ക് മറ്റുള്ളവരെ പോലെ വലിയ ജോലികളോ ഉത്തരവാദിത്വങ്ങളോ ഇല്ല എന്ന് കവി പറയുന്നു. അതായത് പലരും സമ്പത്ത്, അധികാരം, വിജയം എന്നിവ നേടാൻ പ്രവർത്തിക്കുമ്പോൾ കവി അതിലൊന്നിലും താൻ ചേർന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ തൻ്റെ ജീവിത ലക്ഷ്യം ലോകകാര്യങ്ങൾ ചെയ്യുകയല്ല. ഹിസ് റോൾ ഇൻ ഗോഡ്സ് വേൾഡ് ഈസ് സ്പിരിച്വൽ റാദർ ദാൻ പ്രാക്ടിക്കൽ. അപ്പം ഗാനങ്ങളിലൂടെയും കവിതകളിലൂടെയും ദൈവത്തെ സ്തുതിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ റോൾ. അപ്പോൾ ഈ വരി 2 കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. ഒന്ന് പോയറ്റ്സ് ഹ്യൂമിലിറ്റി, രണ്ടാമത്തത് ഹിസ് ബിലീഫ് ദാറ്റ് ആർട്ട് ആൻഡ് മ്യൂസിക് ആർ ഹിസ് ട്രൂ സർവീസ് ടു ഗോഡ്.
മൈ യൂസ്ലെസ് ലൈഫ് ക്യാൻ ഓൺലി ബ്രേക്ക് ഔട്ട് ഇൻ ട്യൂൺസ് വിത്തൗട്ട് എ പർപ്പസ്. ഇവിടെ കവി തൻ്റെ ജീവിതത്തെ ഉപയോഗമില്ലാത്ത, യൂസ്ലെസ് എന്ന് പറയുന്നു. ഉപയോഗമില്ല എന്നത് ഹീസ് ഷോയിങ് ഗ്രേറ്റ് ഹ്യൂമിലിറ്റി ബിഫോർ ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുന്നിൽ തൻ്റെ ജീവിതം വളരെ ചെറിയതാണ് എന്ന് കവി കരുതുന്നു. അപ്പോൾ ഗോഡ്സ് ഗ്രേറ്റ്നെസ് കമ്പയർ ചെയ്യുമ്പോൾ തൻ്റെ ലൈഫും തൻ്റെ അച്ചീവ്മെൻറ്റും വളരെ ചെറുതാണ് എന്ന് കവി പറയുകയാണ്. ബ്രേക്ക് ഔട്ട് ഇൻ ട്യൂൺസ്. അപ്പോൾ ബ്രേക്ക് ഔട്ട് ഇൻ ട്യൂൺസ് മീൻസ് ദാറ്റ് ഹിസ് ഹാർട്ട് നാച്ചുറലി എക്സ്പ്രസസ് ഇറ്റ്സെൽഫ് ത്രൂ മ്യൂസിക് ആൻഡ് സോങ്സ്. സിംഗിങ് എന്നത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ്. വിതൗട്ട് എ പർപ്പസ് എന്ന് ഈ വരിയിൽ കൊടുത്തിരിക്കുന്നത് ഈ ഗാനങ്ങൾ പണം, പ്രശസ്തി അല്ലെങ്കിൽ വിജയം നേടാൻ വേണ്ടി പാടുന്നതല്ല എന്നാണ്. അവ സ്വാഭാവികമായ ഭക്തിയും സ്നേഹവും കൊണ്ടാണ് ഉള്ളിൽ നിന്നും വരുന്നത്. ദേ കെയിം ഔട്ട് സ്പോണ്ടേനിയസ്ലി ആൻഡ് പ്യൂർലി ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഡിവോഷൻ ആൻഡ് ലവ് ഫോർ ഗോഡ്. തൻ്റെ ജീവിതം ഓർഡിനറിയും അൺഇമ്പോർട്ടൻറ്റുമായി തോന്നിയാലും അതിനൊരു അർത്ഥം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് ത്രൂ മ്യൂസിക് ആൻഡ് ഡിവോഷൻ ടു ഗോഡ് ആണ് എന്ന് കവി പറയുന്നു. When the hour strikes for thy silent worship at the dark temple of midnight. ഇവിടെ ഒരു ഇമേജറി ഉണ്ട്, അതായത് ശാന്തമായ അർദ്ധരാത്രിയുടെ ദൃശ്യം. അപ്പം ഇത് പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യേക സമയത്തെ സൂചിപ്പിക്കുന്നു. ഡാർക്ക് ടെമ്പിൾ ഓഫ് മിഡ് നൈറ്റ് സിംപ്ലൈസ് ചെയ്യുന്നത് ആ നൈറ്റ് ടൈമാണ്. അപ്പം ഈ വരികളിൽ കവി ഒരു വിശുദ്ധമായ ആരാധന സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. വെൻ ദ ആർ സ്ട്രൈക്സ് എന്നത് പ്രാർത്ഥനയ്ക്കുള്ള സമയം എത്തുമ്പോൾ എന്നാണ്. സൈലന്റ് വർഷിപ്പ് എന്നത് നിശബ്ദമായ പ്രാർത്ഥന എന്നാണ്, അതായത് ശബ്ദമില്ലാത്ത ഹൃദയത്തിൽ നിന്നും ദൈവത്തോട് ബന്ധപ്പെടുന്ന ഭക്തി. അപ്പോൾ അർദ്ധരാത്രിയിലെ ആ ശാന്തവും പരിശുദ്ധമായ സമയത്ത് ദൈവത്തെ ആരാധിക്കാനുള്ള ആഗ്രഹം കവി പ്രകടിപ്പിക്കുന്നു. കമാൻഡ് മീ മൈ മാസ്റ്റർ ടു സ്റ്റാൻഡ് ബിഫോർ ദീ ടു സിംഗ്. ഈ വരിയിൽ കവി ദൈവത്തെ മൈ മാസ്റ്റർ, എൻ്റെ യജമാനൻ എന്ന് വിളിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഭക്തിയും ആദരവും സമർപ്പണവുമാണ് കാണിക്കുന്നത്. കവി എന്താണ് ആഗ്രഹിക്കുന്നത്? ടു സ്റ്റാൻഡ് ഇൻ ഗോഡ്സ് പ്രസൻസ് ആൻഡ് സിംഗ് ഡിവോഷണൽ സോങ്സ്. ദൈവത്തിനായി പാടുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയും ലക്ഷ്യവുമാണ് എന്ന് കവി കരുതുന്നു. അപ്പം ഈ വരി കവിയുടെ ഡീപ്പ് ലവും ഡെഡിക്കേഷൻ ടു ഗോഡുമാണ് കാണിച്ചു തരുന്നത്. വെൻ ഇൻ ദ മോർണിംഗ് എയർ ദ ഗോൾഡൻ ഹാർപ്പ് ഈസ് ട്യൂൺ ഓണർ മീ കമാൻഡിങ് മൈ പ്രസൻസ്. അപ്പം ഈ വരികളിൽ കവി പ്രഭാത സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രഭാതം എന്നത് എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, പ്രഭാതം എന്നത് ഫ്രഷ്നെസ്, ഹോപ്പ് അല്ലെങ്കിൽ എ ന്യൂ ബിഗിനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. ഗോൾഡൻ ഹാർപ്പ് ഇസ് എ പോയറ്റിക് ഇമേജ്, ഒരു കാവ്യ രൂപകമാണ്. ഇത് സുന്ദരവും ദൈവികവുമായ സംഗീതത്തെ സൂചിപ്പിക്കുന്നു. പ്രഭാതത്തിൽ പ്രകൃതി ഉണരുമ്പോൾ ആ അന്തരീക്ഷത്തിൽ എന്തെല്ലാം കേൾക്കാം? പക്ഷികളുടെ ഗാനം, കാറ്റിൻ്റെ ശബ്ദം എന്നിവ ചേർന്ന് ഒരു മനോഹര സംഗീതം പോലെയാണ് തോന്നുന്നത്. ആ സമയത്ത് ദൈവം തന്നെ വിളിച്ച് തൻ്റെ സാന്നിധ്യത്തിലേക്ക് വരാൻ കൽപ്പിക്കണം എന്ന് കവി അപേക്ഷിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് ഭക്തിഗാനങ്ങൾ പാടാൻ കഴിയുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ ബഹുമതി എന്ന് കവി കരുതുന്നു. ഇനി നമുക്കിതിൻ്റെ തീംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തീം തന്നെ ഡിവോഷൻ ടു ഗോഡ് ആണ്. അതായത് ഈ കവിതയുടെ പ്രധാന വിഷയം ദൈവഭക്തിയാണ്. കവി തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ സ്തുതിച്ച് ഗാനങ്ങൾ പാടുക എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി രണ്ടാമത്തെ തീം എന്നത് ഹ്യൂമിലിറ്റി. ദ പോയറ്റ് ഷോസ് ഗ്രേറ്റ് ഹ്യൂമിലിറ്റി, വിനയം ഈ കവിതകളിൽ കാണിക്കുന്നുണ്ട്. ഏത് വരിയിലാണ് കവി പറയുന്നുണ്ട്? ഹി ഹാസ് ഓൺലി എ സ്മോൾ കോർണർ സീറ്റ് ഇൻ ഗോഡ്സ് വേൾഡ്. അതുപോലെ കോൾസ് ഹിസ് ലൈഫ് യൂസ്ലെസ്. അപ്പോൾ ഇതെല്ലാം ഹ്യൂമിലിറ്റിയാണ് കാണിക്കുന്നത്. ഹൗ ഹംബിൾ ഹി ഫീൽസ് ബിഫോർ ഗോഡ് എന്നത് നമുക്ക് വിവരിച്ചു തരികയാണ്. ഇനി മൂന്നാമത്തെ ഒരു തീം ആർട്ട് ആസ് വർഷിപ്പ്. സംഗീതവും കവിതയും ദേവാരാധനയുടെ ഒരു മാർഗമാണ് എന്ന് കവി കാണിക്കുന്നു. കവി ഗാനങ്ങളിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദ പോയറ്റ് സെർവ്സ് ഗോഡ് ത്രൂ എന്തൊക്കെയാണ്? സോങ്സ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇനി അടുത്ത ഒരു തീം സ്പിരിച്വൽ പർപ്പസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ലോക വിജയത്തിലല്ല, പിന്നെയോ ദൈവവുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിലാണ് എന്ന് കവി വ്യക്തമാക്കുന്നു. ഇനി ചുരുക്കത്തിൽ നമുക്കൊന്ന് ചെറിയൊരു പോയിന്റ്സ് നോക്കാം. ഈ ഗീതാഞ്ജലി സോങ് 15 എന്നുള്ള പോയം ഒരു ഡിവോഷണൽ ലിറിക് പോയമാണ്. അതുപോലെ അതിൻ്റെ ടോൺ എന്താണ്? പോയത്തിൻ്റെ ഹംബിളാണ്, സ്പിരിച്വലാണ്, ഡിവോഷണലാണ്. അതായത് വിനയപൂർണവും ആത്മീയവും ഭക്തിപൂർണവുമാണ്.
അതുപോലെ ഇതിൽ സ്പീക്കർ ആരാണ്? ഇവിടെ സംസാരിക്കുന്നത് കവി തന്നെയാണ്. നമ്മളത് വായിച്ച് മനസ്സിലാക്കി. ആരോടാണ് സംസാരിക്കുന്നത്? കവി നേരിട്ട് ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അതുപോലെ സെൻട്രൽ ഐഡിയ എന്താണ്? കവിയുടെ ജീവിത ലക്ഷ്യം ദൈവത്തെ സ്തുതിച്ച് ഗാനങ്ങൾ പാടുക എന്നത് നമുക്ക് ഈ കവിതയിലൂടെ മനസ്സിലാക്കി. I hope you are clear with this explanation. Thank you. Have a nice day.